എന്ത് കാര്യം? നമ്മുടെ പുൽക്കൂടിൽ ഈശോ ജനിച്ചു. ഈശോയിലെ രാജാവല്ലേ, പിന്നെ തന്നെ പുൽക്കൂടിൽ ഒരു പാവപ്പെട്ടവനെ പോലെ ജനിച്ചത്? ദൈവകൃപയാൽ നമ്മളെ റിച്ച് ആക്കാനാണ് ഈശോ പുൽക്കൂടിൽ ജനിച്ചത്. ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം തന്നെ മനുഷ്യനായത്. ഞാനും നീയും പാപം ചെയ്തിട്ടുണ്ട്. അതിന് ഫലമായി നമ്മുടെ ദുഃഖവും ദരിദ്രവും മാറ്റാനാണ് ഈശോ ജനിച്ചത്. അത്രയ്ക്കും നല്ല ഗുഡ് ന്യൂസ് ആയിരുന്നത്, ഞാൻ അറിഞ്ഞില്ല. അതെ, നമ്മൾ നിസ്സാരനായ നമ്മളെക്കുറിച്ച് ഈശോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ വേൾഡിലുള്ള എല്ലാവരെ കുറിച്ച് ഈശോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അത്രയ്ക്കും വണ്ടർഫുൾ ആണ്. അതെ, പക്ഷേ സാത്താൻ നമ്മളെ അതിൽ നിന്ന് വഴിതെറ്റിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ എന്നെ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് ആ പ്ലാനിലോട്ട് വരാനാണ് ഈശോ ജനിച്ചത്. ഈശോക്ക് അത്രയ്ക്കും നല്ല സ്നേഹം ഉണ്ടോ നമ്മളോട്? അത് നിനക്ക് അറിയില്ലാത്തോണ്ടാ. നേരം പിന്നിൻ സന്തോഷം ഒഴുക്കുന്നു നാഥൻ നിത്യം സാമോദം ആരാധനയേകും നേരം വിൺവാതിൽ തുറന്നിടും കൃപകൾ ചൊരിയും വരമഴയാ മുഴക്കിടും ദൂതർ വാനിൽ സ്വർഗീയ ഗീതങ്ങൾ നിറഞ്ഞിടും മനവും തനവും സ്വർഗീയ സ്നേഹത്താ സ്തുതിപ്പിന്റെ ഗീതം പാടിടാം. സ്വർഗവാസികൾ ചേർന്ന് പാടും ഒരു നവ്യ സങ്കീർത്തനം പാടാൻ വരും ആരാധകർ ഞങ്ങൾ ആരാധകർ. സ്വർഗവാസികൾ ചേർന്ന് പാടും ഒരു നവ്യ സങ്കീർത്തനം പാടാൻ വരും ആരാധകർ ഞങ്ങൾ ആരാധകർ. നേരം പിന്നിൻ സന്തോഷം ഒഴുക്കുന്നു നാഥൻ നിത്യം സാമോദം ആരാധനയേകും നേരം വിൺവാ
സ്വർഗം തുറന്നിറങ്ങി വരുന്ന അമൂല്യമായ സമയമാണ് ദൈവസ്തുതി എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന് കിട്ടിയ ഒരു ദർശനം, സ്വർഗത്തിലെ സ്തുതികളിൽ വസിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: ആ ദൈവം തൻ്റെ മക്കളോടുകൂടെ വസിക്കുവാൻ, തങ്ങളിടയിലായിരിക്കുവാൻ, ഇമ്മാനുവേലായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ ആ വലിയ തിരുപ്പിറവിയുടെ ആഘോഷമാണ് നമ്മൾ ഒരിക്കൽ കൂടി ഇന്ന് കൊണ്ടാടുന്നത്. രാജാധിരാജൻ, ദേവാധിദേവൻ, സൈന്യങ്ങളുടെ കർത്താവ്, സർവാധിപൻ, സർവശക്തൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ മഹോന്നതനായ ദൈവം ഇതാ നമ്മുടെ ഇടയിൽ വന്ന് വസിക്കുന്നു. നമുക്ക് വേണ്ടി വചനം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: ഭൂമിയെല്ലാം ഇത് അറിയട്ടെ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ തൻ്റെ സർവ മഹത്വത്തോടെ നമ്മുടെ മധ്യയുണ്ട്. അതെ, ആ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളോടുകൂടെ ആയിരിക്കുവാൻ ഇറങ്ങി വന്നു. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ദുരിതങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യ മക്കളുടെ മേൽ സാത്താൻ വെച്ച നുകം തകർത്ത് തൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും നുകം നമ്മുടെ മേൽ നൽകിയ ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാരണം അവൻ സ്തുതികളിൽ വസിക്കുന്നവനാണ്, ആരാധനകളിൽ വസിക്കുന്നവനാണ്. ഈ ഒരു സമയം ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ രാജാതിരാജന്, മഹോന്നതനായ രാജാവിനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. തിരുസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുന്നു. നമ്മുടെ മധ്യയുണ്ട് കർത്താവ്. ഒരിക്കൽ കൂടി നമ്മുടെ മധ്യയെ കൂടെ വസിക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന ഇമ്മാനുവേലായിരിക്കുന്ന ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഞാനിന്ന് കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. നിന്ദയാലല്ല, നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. നിന്ദയാലല്ല, നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഓ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ രാജാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ അങ്ങ് സ്വർഗം വിട്ട് ഇറങ്ങി വന്നല്ലോ. പാപത്താൽ അധപ്പതിച്ച മനുഷ്യനെ, ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യനെ തന്റെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദിവ്യനാഥ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വം ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തണമേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ അങ്ങയുടെ മഹത്വം കണ്ടതുപോലെ ഒരിക്കൽ കൂടി സർവ്വജനങ്ങളും അങ്ങയുടെ മഹത്വമേറിയ പ്രകാശം കാണുവാൻ ഇടയാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം ഏറ്റു നീക്കി അവിടുത്തെ സ്വർഗീയ ജീവനാൽ ഞങ്ങളെ അനുഗ്രഹിച്ച യേശുനാഥ, അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു.
നല്ല ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. അവൻ നമ്മുടെ മധ്യേയുണ്ട്. സ്തുതികളിൽ വസിക്കുന്നവൻ, സത്യമായും അവൻ നമ്മുടെ മധ്യേയുണ്ട്. ആ വലിയ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നിന്റെ സാന്നിധ്യം നൽകി നിന്റെ പ്രിയമക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി പറയുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ നിന്റെ തൃപാദങ്ങളെ ഞങ്ങൾ സമർപ്പിക്കും. ഒപ്പം ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ എല്ലാ പാപങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ നീക്കണമേ. ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. എന്റെയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. എന്റെയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു നന്ദി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഉന്നതനാം യേശുവേ. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട പിതാവേ ബിഷപ്പ് സെബാസ്റ്റ്യൻ ഇടേന്ദ്രൻ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാനായ ബിഷപ്പിന് ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു ശുശ്രൂഷയിൽ ഒരു ക്രിസ്മസ് സന്ദേശം പറയാൻ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ജന്മദിന പെരുന്നാൾ വീണ്ടും വരികയാണ്. ഞാൻ ഓർക്കുന്നത് 1978 പൂന സെമിനാരിയിലെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ വിമോചന ദൈവശാസ്ത്രമെല്ലാം പഠിച്ച് പാവപ്പെട്ടവരോടും വിഷമിക്കുന്നവരോടും ഐക്യം ചേരുവാനായിട്ടുള്ള വലിയ ശ്രമത്തിൽ ആ വർഷത്തെ ക്രിസ്മസിന് ഞങ്ങൾ പോയത് 6 പേര് പോയത് ബോംബെ അടുത്തുള്ളൊരു ചേരിയിലേക്കാണ്. തമിഴർ തെങ്ങി പാർക്കുന്നതായ ചേരി. ഞങ്ങളവിടെ ചെന്ന് താമസം ആരംഭിച്ചു. ക്രിസ്മസിൻ്റെ സമയമാകുകയാണ്. ഞങ്ങൾക്ക് സ്ഥലം പരിചയമില്ലാതിരുന്നതിനാൽ രാത്രി കുർബാനയ്ക്ക് പോയില്ല. രാവിലെ 6 മണിക്കുള്ള കുർബാനയ്ക്കാണ് പോയത്. ഏകദേശം 3000 ഇടവക ജനങ്ങൾ വരുന്ന ഇടവകയിൽ 6 വൈദികരാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. 6 മണിക്കുള്ള കുർബാനയ്ക്ക് വന്നത് അവിടെ ഏകദേശം 30 വർഷക്കാലം സേവനം ചെയ്ത വൈദികനാണ്. ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ടായി. നല്ലൊരു പ്രസംഗം, ക്രിസ്മസ് പ്രസംഗം അദ്ദേഹം പറയുമെന്ന്. അദ്ദേഹം പറഞ്ഞ പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുക. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം 10:30 മണിയായപ്പോൾ 8ഓളം വീടുകൾ വെഞ്ചരിച്ചിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. മേശപ്പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ട്. അത് തണുത്താണിരിക്കുക. ഇത് 1978 നമ്മൾ തിരിച്ചറിയണം. അച്ഛൻ പറഞ്ഞു, ഞാൻ കഴിച്ചില്ല. കൈയും മുഖവും എല്ലാം കഴുകി കൂജയിൽ നിന്ന് 2 ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ച് ബൈബിൾ വായിക്കുവാനായിട്ടിരുന്നു. കാരണം പാതിരാ കുർബാന എനിക്കില്ല. ഞാൻ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഒരു വൈദികനാണ്. എനിക്ക് 6 മണിക്കുള്ള കുർബാനയാണ്. 11 മണിയായപ്പോൾ എൻ്റെ വാതിൽക്കൊരു മുട്ട് കേട്ടു. ഞാൻ വാതിൽ തുറക്കുമ്പോൾ
ആ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന രാജാമണി, ഞാനിപ്പോഴും പേര് ഓർക്കുന്നുണ്ട്, രാജാമണി എൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് അവൻ നിൽക്കുക. അവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യ എമിലി പ്രസവിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ഞാനിവിടെ പുതിയതാണ്, ടാക്സി വിളിച്ചിട്ട് ആരും വരുന്നില്ല, അച്ഛൻ എന്നെ സഹായിക്കണം. അച്ഛൻ പറഞ്ഞു, ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. 4 മണിയാകുന്നതുവരെ ഡെലിവറി റൂമിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. 4 മണിയായപ്പോൾ എനിക്ക് രാവിലെ കുർബാനയുള്ളത് കൊണ്ട് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ചു പോന്നു. എമിലിയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നിയത്, ഇത്രയും മനോഹരമായൊരു ക്രിസ്മസ് പ്രസംഗം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. കാരണം തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് അച്ഛൻ പറഞ്ഞത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ, ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമം, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര, അതുതന്നെയാണ് ക്രിസ്മസ് നമ്മോട് പറയുക. ഹൃദയത്തിൻ്റെ പെരുന്നാളാണ് ക്രിസ്മസ്. കാരണം ക്രിസ്തുവിന് മുമ്പ് അനേകർ ദൈവത്തെപ്പറ്റി ചോദിച്ചിരുന്നു. അവർക്കെല്ലാം ബൗദ്ധികമായ മറുപടിയാണ് ലോകം നൽകിയത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മണ്ണിലേക്ക് വരുമ്പോൾ തന്നെ മതിമറന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞ സുന്ദരമായൊരു സമയമാണ് ക്രിസ്മസ്. ദൈവം മണ്ണിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ ഓർക്കുക, എൻ്റെ പച്ച മാംസത്തിലേക്ക്, എൻ്റെ മോഹങ്ങളിലേക്ക്, എൻ്റെ കാമങ്ങളിലേക്ക്, എൻ്റെ ആസക്തികളിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഭാരതത്തിൻ്റെ തന്നെ ഒരു പ്രിയപ്പെട്ട സന്താനമായ ടാഗോർ ഒരിക്കൽ പറയുകയുണ്ടായി, അവൻ്റെ പാതയടികൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൻ വരുന്നു, അവൻ വരുന്നു, അവൻ എന്നും വരുന്നു. ദൈവം നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നമുക്കെന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുക? നമ്മളെ തന്നെ മതിമറക്കുവാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. തങ്ങളെ തന്നെ മറക്കുവാനായിട്ട് മദ്യപാനത്തിലേക്ക് നീങ്ങുന്നവരുണ്ട്, മയക്കുമരുന്നുകൾ കഴിക്കുന്നവരുണ്ട്, ആസക്തികളിലേക്ക് നീങ്ങുന്നവരുണ്ട്. തങ്ങളെ തന്നെ മറക്കുവാനായിട്ട് സ്ഥാനങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കയറിപ്പറ്റുവാൻ ശ്രമിക്കുന്നവരൊക്കെയുണ്ട്. അതിൻ്റെ എല്ലാ നടുവിൽ ദൈവം എളിമയുള്ളവനായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ആ ദൈവം എന്നോട് പറയുന്നതായ കാര്യം, എന്നെ തന്നെ മറക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലഹരിയിലേക്ക് ഞാൻ ഇറങ്ങുവാനായിട്ട് ക്രിസ്മസിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കത് സാധിക്കുമെന്നാണ് എല്ലാവരും പറയുക. പ്രത്യേകമായിട്ട് 2016 സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ പിതാവ് മദർ തെരേസയെ പുണ്യവതിയായിട്ട് വാഴ്ത്തുകയുണ്ടായി. സഭ നമ്മോട് പറയുന്നൊരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, ക്രിസ്മസിനെ സ്നേഹിക്കുന്നവർ തങ്ങളെ തന്നെ മറക്കുവാനായിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ശാലോമോനെ കണ്ടപ്പോൾ യഹോവ ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? ശാലോമോൻ പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല പിതാവേ, എനിക്കെല്ലാം ഉണ്ട്. ഭാര്യമാർ, മക്കള്, ഇഷ്ടംപോലെ സൈന്യം, എല്ലാമുണ്ട്. യഹോവ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരു സമ്മാനം തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശാലോമോൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യഹോവയെ എനിക്ക് 2 സമ്മാനങ്ങൾ നൽകണം. ആകാശം പോലെ വിശാലമായൊരു മനസ്സ്, കടൽ തീരം പോലെ പരന്നൊരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിക്കുക ആകാശം പോലെ വിശാലമായൊരു മനസ്സുണ്ടാകുവാനായിട്ടാണ്, കൊടുക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട്, പൊറുക്കുവാനായിട്ട്, കൂടെ കൊണ്ട് നടക്കുവാനായിട്ട്, വാത്സല്യപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. കടൽ തീരം പോലെ പരന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. എൻ്റെ കാര്യം മാത്രമല്ല, അപരനെ ഞാൻ ശ്രദ്ധിക്കുമ്പോഴാണ് ക്രിസ്മസ് എനിക്ക് സുന്ദരമായി തീരുക. 2016 ക്രിസ്മസ് നിങ്ങൾക്ക് ആനന്ദകരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ തന്നെ മറക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവൻ്റെ സുഖദുഃഖങ്ങളിൽ അവനോടൊപ്പം ആയിരിക്കുവാനും, അങ്ങനെ ആയിരിക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ ആളുകളുണ്ട്.
പക്ഷേ അവരെല്ലാം ആയിരിക്കുക പ്രാർത്ഥനയിലൂടെ സംഘം ചേരുവാനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സുന്ദരമായ സമയം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളുടെ സമയമാണിത്. ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആഹാരം കഴിക്കുന്ന വഴിയായി, സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്ന വഴിയായി, ബലിയിൽ പങ്കെടുക്കുന്ന വഴിയായി, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വഴിയായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മനോഹരമായ രാത്രിയിൽ ഉദിച്ചുയർന്നതായ ദിവ്യതാരത്തിൻ്റെ പ്രഭാപൂരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Beautiful Savior, King of Kings, Lord of the nations,
വീണ്ടും ഒരു ക്രിസ്മസ് കടന്നു പോകുമ്പോൾ സമ്മാനങ്ങളിലും പുൽക്കൂടുകളിലും ക്രിസ്മസ് ട്രീയിലും ക്രിസ്മസ് പപ്പാനിയിലും നമ്മുടെ ഓർമ്മകളെ ഒതുക്കാതെ നന്മയിലും സമാധാനത്തിലും സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും നമുക്ക് ജീവിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേറ്റിക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. ഒരു ക്രിസ്മസ് കൂടി നമ്മുടെ മധ്യേ വരികയാണ്. The most joyful message ever spoken to mankind is Christmas message. ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിലാണ് ആ വലിയ സന്ദേശം സ്വർഗം ഭൂമിക്കായിട്ട് നൽകിയത്. അതിങ്ങനെ പറയുന്നു, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സന്ദേശം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ 2000 വർഷം മുമ്പ് പറഞ്ഞ ഈ സന്ദേശം ഇനിയും പല മനുഷ്യരുടെയും കാതുകളിലും ഹൃദയത്തിലും എത്തിയിട്ടില്ല. ലോകം വലിയ പ്രതിസന്ധിയിലൂടെയും ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലും കടന്നു പോകുമ്പോഴും ക്രിസ്മസിന്, ഈ സന്ദേശത്തിന് ഇന്നും വലിയ വിലയുണ്ട്. മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ ഇന്ന് ഈ സന്ദേശത്തിന് വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 2000 വർഷം മുമ്പ് വിശ്വഭൂമിയിൽ അവതരിച്ചതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയും ദുരിതങ്ങളിലെയും ദുഃഖങ്ങളിലൂടെയാണ് ഇന്ന് മനുഷ്യ സമൂഹം കടന്നു പോകുന്നത്. നമുക്കറിയാം, ലോകം മുഴുവനും എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അവിടെയും ദൈവത്തിൻ്റെ വചനത്തിനെന്നും വലിയ പ്രസക്തിയാണ്. പ്രിയ സഹോദരങ്ങളെ,
ഇന്ന് നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ചില ദുഃഖങ്ങളും വേദനകളൊക്കെ ഇന്ന് കടന്നു പോകുന്നുണ്ടാവും. നേരത്തെ ബഹുമാനപ്പെട്ട പിതാവ് നമ്മളോട് പറഞ്ഞു, ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ മറക്കുകയാണ്. എങ്ങനെയാണ് ഈ സദ്വാർത്ത ലോകത്തിന് ദൈവം നൽകിയത്? ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപമെടുത്ത് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്നു. ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവം തന്നെ മറന്നതിൻ്റെ ഏറ്റവും വലിയ തിരുനാളാണ് ക്രിസ്മസ്. ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന തൻ്റെ മക്കളുടെ അടുക്കലേക്ക് വന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മഹത്വം വെടിഞ്ഞ്, തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് വേദനിക്കുന്ന ദുഃഖിക്കുന്ന മനുഷ്യരുടെ കൂടെ ആയിത്തീർന്ന ഒരു ദൈവത്തിൻ്റെ കഥയാണ് ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ഇത് സത്യമായ സന്തോഷത്തിൻ്റെ വാർത്തയാണ്. ആ യേശുവിൽ അവിടെയാണ് സന്തോഷം നമുക്ക് ലഭിക്കുക. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വാക്ക് ഞാൻ ഓർക്കുന്നു, ദ ഹാപ്പിനെസ് യു ആർ സീക്കിംഗ്, the joy you have a right to enjoy has got a name and a face. That is Jesus of Nazareth. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിങ്ങളുടെ അവകാശമായ ആനന്ദത്തിന് ഒരു പേരും രൂപവുമുണ്ട്. അത് നസ്രത്തിലെ യേശുവാണ്. ഇന്നും മനുഷ്യവംശം ഏദൻ തോട്ടത്തിൽ ഏതൊക്കെയോ സന്തോഷത്തിൻ്റെ പുറകെ ഓടിയതുപോലെ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ സന്തോഷങ്ങളുടെ പുറകെ ഓടുകയാണ്. ഇന്നും ആ യഥാർത്ഥ സന്തോഷം ആ യേശുവിൽ മാത്രം ലഭിക്കുന്ന ദ ട്രൂ ഹാപ്പിനെസ്, മെനി പീപ്പിൾ ഡോണ്ട് നോ ഇറ്റ്. ഇവിടെയാണ് ഇന്നും ഈ സന്ദേശം, ഈ ഒരു പ്രോഗ്രാമിൽ ഈ സന്ദേശം നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നും സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യ സമൂഹം എന്തിൻ്റെല്ലോ പുറകെ ഓടുകയാണ്. അവന് സന്തോഷമാണ് വേണ്ടത്, ബട്ട് ദേ ആർ സീക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്. ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ സന്തോഷത്തിനുള്ള വാർത്ത യേശുവാണ്. യേശുവാണ്. ലോകത്തിൽ ആരൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ടോ, ദുഃഖം അനുഭവിക്കുന്നു, വേദനിക്കുന്നുണ്ടോ, ഹിയർ ഈസ് ദ മെസ്സേജ്. ജീസസ് വിൽ ഹീൽ യു, ജീസസ് വിൽ മേക്ക് യു ഹാപ്പി, ഹി വിൽ ടേക്ക് അവേ യുവർ സോറോസ്. കാരണം അതിനാണ് അവൻ മനുഷ്യൻ്റെ സാദൃശ്യലായി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യമാണ്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ശൂന്യനാക്കി മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി തീർന്നു ദൈവം. എന്തിനാണ്? അവൻ്റെ ദുഃഖങ്ങൾ വേദനകൾ മാറ്റുവാൻ. പാപത്തിൻ്റെ ഫലമായി അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും, പാപത്തിന് ഫലമാണ് ദുഃഖം, പാപത്തിൻ്റെ ഫലമാണ് ദുരിതങ്ങൾ, പാപത്തിൻ്റെ ഫലമാണ് മരണം. ഇവയെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ഇതാണ് സ്വർഗം നമുക്കായി പറഞ്ഞു തന്ന സദ്വാർത്ത. യേശു ക്രിസ്തുവിൽ ഈ ക്രിസ്മസിന് നമുക്കും ഈ സദ്വാർത്ത ആഘോഷിക്കാൻ സാധിക്കും. ഓൾ വി നീഡ് ടു ഡു, അവനെ ഒന്ന് വിളിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ എളിമയുള്ള ഹൃദയമുണ്ടാക്കി അവനെ ഒന്ന് വിളിക്കണം. ഇന്ന് ലോകം അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും നടക്കുകയാണ്. സ്വന്തം ഇഷ്ടങ്ങളുടെയും സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെ പുറകെ ഓടുന്ന ലോകത്തിന് ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ പുൽക്കൂട്ടിലാണ് പിറന്നത്. എളിമയുള്ള ഹൃദയത്തിലെ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സന്തോഷം. പ്രിയമുള്ളവർ, അവൻ ഇറങ്ങി വന്നു. അന്ന് ദൂതന്മാർ പറഞ്ഞ, സ്വർഗീയ സൈന്യം പറഞ്ഞ ആ വലിയ സദ്വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അവൻ അനേകർക്ക് സന്തോഷം കൊടുക്കുന്നവനായി. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ബെത്സേദയിലെ 38 കൊല്ലം തളർവാദം പിടികിടുന്ന മകന് യേശു വന്ന് ചോദിച്ച് അവൻ്റെ ദുഃഖങ്ങൾ മാറ്റിയ യേശു ഇന്നും നിന്റെ ജീവിതത്തിലെ വേദനയുടെ ദുഃഖങ്ങൾ മാറ്റാൻ മതിയായവനാണ്. വീണ്ടും നമ്മൾ കാണുന്നു, ജെറീക്കോയുടെ തെരുവീതിയിൽ അജ്ഞതയിലും അന്ധതയിലും കിടന്നിരുന്ന ബർത്തമ്യൂസിന് വെളിച്ചം കൊടുത്ത യേശു അവൻ്റെ ദുഃഖങ്ങൾ മാറ്റി. യെസ്, ഹീ ഈസ് ദ ഗുഡ് ന്യൂസ്, ഹീ ഈസ് ദ ന്യൂസ് ദ വേൾഡ് വാണ്ട് ടു സീ, ദ വേൾഡ് വാണ്ടഡ് ടു ഹിയർ. അവനാണ് ആ സദ്വാർത്ത. യേശുവിലാണ്. തീർച്ചയായും ഈ വചനം സത്യമാണ്. യേശു ക്രിസ്തുവിൽ മനുഷ്യവംശത്തിൻ്റെ സകല ദുരിതങ്ങളും മാറ്റുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി തന്നെ വിസ്മരിച്ചു. അവൻ കാൽവരി മലയിലെ കുരിശിൽ നമ്മുടെ വേദനകളാണ് വഹിച്ചത്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, 53-ാം അധ്യായം 3-4 വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ സഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. അതെ പ്രിയമുള്ളവരെ, അതാണ് സദ്വാർത്ത. ദൈവം മനുഷ്യൻ്റെ വേദനകൾ ഏറ്റെടുക്കാൻ ഒരു ദൈവം ഇന്നുമുണ്ട്. പക്ഷേ ഈ കർത്താവിനെ ഇന്ന് പലരും അറിയുന്നില്ല. ഇന്നും അവൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ദൈവത്തിന് മാത്രമേ
നമ്മുടെ വേദനകൾ മാറ്റാൻ പറ്റുകയുള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 12 വർഷം രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ, അവൾ സ്പർശിച്ചു യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ, അവളുടെ ദുഃഖങ്ങൾ മാറി. അവൾക്കും അതൊരു സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒരു വിധവ, നായിലെ ഒരു വിധവ, മകൻ നഷ്ടപ്പെട്ട ഒരു വിധവ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വേദന യേശു മാറ്റിക്കൊടുക്കുന്നുണ്ട്. അതെ, ഇതാണ് സദ്വാർത്ത. യേശു ക്രിസ്തുവിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും ബാധ്യതകളും രോഗങ്ങളും പീഡകളും മാറ്റുവാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ സദ്വാർത്തയാണ് യേശു. ഇന്ന് യേശുവിനെ കൂടാതെ ഒരു ക്രിസ്മസ് ലോകത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ക്രിസ്മസിന് സെലിബ്രേഷൻ എന്ന ആൾക്കാർ കൊണ്ടു നടക്കും. ബട്ട് ദർ ഈസ് നോ ജീസസ്. അത് വലിയൊരു തട്ടിപ്പാണ്, അത് വലിയൊരു തിന്മയാണ്. ഇന്ന് നമ്മളെ വീണ്ടും സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാം. ഏദൻ തോട്ടത്തിൽ വഞ്ചിച്ച സാത്താൻ ഇന്നും അതേ വഞ്ചന, യേശുവിനെ മാറ്റിയുള്ള ആഘോഷം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്ന് മാറി ആ പഴത്തിൽ സന്തോഷം കണ്ടെത്താൻ മനുഷ്യവംശത്തെ പ്രേരിപ്പിച്ച സാത്താൻ ഇന്നും യേശുവില്ലാതെയുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവാണ്. എവറി ഹാപ്പിനെസ് വിതൗട്ട് ജീസസ് will bring sorrows in your life. എല്ലാ സന്തോഷങ്ങളും യേശുവില്ലാതെയുള്ള എല്ലാ സന്തോഷങ്ങളും നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളെ കൊണ്ടുവരുള്ളൂ. ഇതാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ചത്. ദൈവത്തെ കൂടാതെ സന്തോഷിക്കുവാൻ പോയി. എന്നാൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ പാടി, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. യെസ്, അവനിലാണ് നമ്മൾ സന്തോഷം കണ്ടത്. അവനോടുകൂടെയുള്ള സന്തോഷങ്ങൾക്കേ നിലനിൽപ്പുള്ളൂ. യേശുവില്ലാതെയുള്ള നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മാറ്റണം. അതാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇപ്പോഴുള്ള ദുഃഖങ്ങൾ വേദനകളൊക്കെ മാറ്റപ്പെടുന്നത്. ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതാ സ്വർഗം നമുക്കായി കാത്തിരിക്കുന്നു. വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, പീഡിപ്പിക്കപ്പെട്ടവരെ, ദരിദ്രരെ കാത്തിരിക്കുന്ന ഒരു ദൈവം. കാരണം നമുക്ക് വേണ്ടി ദരിദ്രനായ ഒരു ദൈവം, നമുക്ക് വേണ്ടി മുറിവുകൾ ഏറ്റൊരു ദൈവം, നമുക്ക് വേണ്ടി ദുഃഖങ്ങൾ ഏറ്റെടുത്തൊരു ദൈവം, നമുക്ക് വേണ്ടി പരാജയങ്ങൾ ഏറ്റെടുത്തൊരു ദൈവം. അവൻ്റെ പേരാണ് യേശു. ഈ ക്രിസ്മസിന് അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ദുഃഖം മാറും. നിന്റെ ദുഃഖവും നിന്റെ സന്തോഷവും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. നിന്റെ സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. നിന്റെ ഉയർച്ചയും താഴ്ചയും തമ്മിലുള്ള ഡിഫറൻസ് യേശുവാണ്. അവനെ കൊണ്ടുവരിക, സമസ്തവും മാറ്റപ്പെടും. ഈ ക്രിസ്മസിനും ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്ക് എല്ലാവരോടും പറയാം. നമ്മുടെ ചുറ്റുപാട് അനേകർ ഒരു രക്ഷകനെ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു രക്ഷകനെ തേടി നടക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ സദ്വാർത്തയുടെ ദൂതന്മാരാകാം. ഇന്ന് ലോകം കാത്തിരിക്കുന്ന ഒരു രക്ഷകന് വേണ്ടി അറിഞ്ഞുകൂടാ ഈ നല്ല ദൈവത്തെ, സ്വർഗമിട്ടിറങ്ങി വന്ന ദൈവത്തെ ഇന്നും മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. കാരണം യേശുവിൻ്റെ ദൈവത്വത്തെ ഇന്നും പലർക്കും സംശയമാണ്. വചനം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 6-ാമത്തെ തിരുവചനം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അത് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. വീണ്ടും 1 യോഹന്നാൻ 5:21 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുവിലും ആണ്. ഇതാണ് സത്യദൈവവും നിത്യജീവനും. അതെ, അവനാണ് സത്യദൈവവും നിത്യജീവനും. അവനാണ് ആ ദൈവം. കൊലോസ്യരുടെ ലേഖനം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് 1:14. അവനിലാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. വീണ്ടും കൊലോസ്യർ 1:13 പറയുന്നു, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുത്തെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അതെ, ഈ യേശുവിലാണ് നമുക്ക് രക്ഷയും പാപമോചനം. ഈ യേശുവിലാണ് നമ്മുടെ അന്ധകാരങ്ങൾ നീക്കപ്പെടുന്നത്. ഈ യേശുവിലാണ് നമ്മുടെ അടിമത്തങ്ങൾ നീക്കപ്പെടുന്നത്. ഇതാണ് ലോകത്തിന് നൽകിയ ആ വലിയ സദ്വാർത്ത. ഇതിലും വലിയൊരു സദ്വാർത്ത മനുഷ്യവംശത്തിന് ലഭിക്കാനില്ല. വേറൊരാൾക്കും ഈ സദ്വാർത്ത നൽകാൻ കഴിയില്ല. ഇതാ വീണ്ടും വചനം പറയുകയാണ്. യോഹന്നാൻ 1:8 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ വചനങ്ങളെല്ലാം നമ്മളോട് പറയുകയാണ്, യേശുവാണ് ആ ദൈവം. The one true God who removes every pain from human race. പാപത്തിൻ്റെ അടിമത്തിൽ കിടന്ന മനുഷ്യ മക്കളെ, ഇതാ നിങ്ങൾക്കുള്ള സദ്വാർത്ത.
യേശു ക്രിസ്തുവിൽ നിന്റെ സകല ദുരിതങ്ങളും വേദനകളും നീക്കപ്പെടും. കൊളോസ്യ ലേഖനം പറയുന്നു 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനുമാണ്. He is the visible image of the invisible God. He is the visible image of the invisible God. In him you have all the happiness in the world. നമുക്ക് അവനെ ആരാധിക്കാം. ഈ ക്രിസ്മസിന് യേശുവില്ലാതെ പോകരുത് പ്രിയമുള്ളവരെ. നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നവനാണ് അവൻ. ദൂരം മറിഞ്ഞിരിക്കുന്നവനല്ല. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളോടും, ലോകത്താരെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, this is your message. Just try him. Just try him. I guarantee you he will bring happiness and peace in your life. He is the King of peace. He is the source of all the happiness in this world. That is why he came to you. നമുക്ക് അവനെ ആരാധിക്കാം. ആ ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളൊന്ന് തുറന്നു കൊടുക്കാം. ആ രക്ഷകനെ സ്വീകരിക്കുവാൻ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒത്തിരി നേടുവാനുണ്ട്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കേണ്ട സന്നിധിയിലേക്ക് കടന്നു വരാം. This is the happiest message, the happiest message world has ever heard in the history of mankind. Jesus became man. God became man to remove every pain from human race. Yes, he has nailed it on the cross. കൊലോസ്യ ലേഖനം 2:14 പറയുന്നുണ്ട്, അവൻ നമുക്കെതിരായിരുന്ന ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. നിന്റെ വേദന ഏറ്റെടുത്തൊരു ദൈവമുണ്ട്. ഇനി നീ ആ വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഈ സദ്വാർത്ത നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ, നിനക്ക് സന്തോഷം കൊണ്ടുവരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഈ ക്രിസ്മസിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അവനെ ആരാധിക്കാൻ നമുക്ക് വരിക. Jingle bell, jingle bell, jingle bell rock. Jingle bells swing and jingle bell ring. Snowing and blowing on bushels of fun. Now the jingle hop has begun. Jingle bell, jingle bell, jingle bell rock. Jingle bells chime and jingle bell time. Dancing and prancing in Jingle Bell Square. In the frosty
shining.